പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഉന്നതത്തിലുള്ള ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്. ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അനുഭവിക്കുന്ന കർത്താവേ, ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. ഇന്നോളമുള്ള ഓരോ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്നോളമുള്ള ഓരോ അനുഭവങ്ങൾ, നമുക്കുണ്ടായ പരാജയം, നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ, നമ്മുടെ അനേക പാപവഴികൾ, എല്ലാ കാര്യങ്ങളും കർത്താവ് ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് അതൊരു അനുഗ്രഹമാക്കി മാറ്റുന്നില്ലേ? നിന്റെ കുറവുകളെ, പരാജയങ്ങളെ കർത്താവ് ഒരു പാഠപുസ്തകമാക്കി നിന്നെ പഠിപ്പിച്ചില്ലേ? നിന്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും വളർച്ചയിലേക്കുള്ള ഓരോ പടവുകളായിരുന്നു. നീ കടന്നു പോകുന്ന ഓരോന്നും അതാണ് നിന്നെ ബലപ്പെടുത്തിയത്. ഇന്നെന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, കർത്താവേ, ഇന്ന് ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അത് അങ്ങയുടെ കൃപ കൊണ്ടാണ്, പരിശുദ്ധാത്മ ശക്തിയിലാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു, എന്തെന്നാൽ ഞങ്ങൾക്കിങ്ങനെ ഉണ്ടായതെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. യെസ്, നമ്മുടെ വീട്ടിലുണ്ടായ ഓരോ സംഭവങ്ങളും നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവങ്ങളും, ചെറുപ്രായത്തിൽ നിങ്ങൾ അനുഭവിച്ച ചില കണ്ണുനീര്, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, വളർച്ചയുടെ പടവുകളിൽ നിങ്ങൾ അനുഭവിച്ച ഓരോന്നും, കണ്ണുനീരും വിഷമങ്ങളും, മാറ്റി നിർത്തിപ്പെട്ടതും അവഗണനയുമെല്ലാം ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണത്. നിന്റെ ജീവിതം, വിവാഹ ജീവിതം, ഇന്നിപ്പോൾ ഈ അൾത്താരയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ചില വിഷയങ്ങളിൽ ഭാരമുണ്ടാകും. എന്തുകൊണ്ട് ഇങ്ങനെയെന്നുള്ള 100,000 ചോദ്യങ്ങളുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആഗ്രഹിച്ചതെന്നൊരു ചിന്തയുണ്ടാവും. എന്നാൽ സത്യാത്മാവ്, പരിശുദ്ധാത്മാവ് ഇതെല്ലാം നിന്നെ ക്രമീകരിച്ചു നൽകും. ഇന്ന് നീ അനുഭവിക്കുന്ന ചില രോഗങ്ങൾ, ചില പീഡകൾ, എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടാവും. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ? എന്നാൽ ദൈവം പറയുന്നു, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് സഹോദര, സഹോദരി. ആ പദ്ധതിയുടെ ഭാഗമാണ് ജെറമിയ പ്രവചനം 29:11. നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ശുഭകരമായ ഭാവി, നിന്റെ മുമ്പോട്ടുള്ള വഴികളിൽ കർത്താവ് നിനക്കത് പറഞ്ഞു തരും. ഇത്രത്തോളം നടത്തിയ ദൈവം നിന്നെ ഇനിയും നടത്തും. നീ വിശ്വസിക്കണം. കർത്താവെ, ഞാനത് ഏറ്റുപറയുന്നു. കർത്താവെ, ഞാനത് ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു. സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് ആ തറയിൽ, ആ വിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ ഒന്ന് നിങ്ങളുടെ ശിരസ്സൊന്ന് മുട്ടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്. സാധിക്കുന്നവർ, ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, സാധിക്കുമെങ്കിൽ ഈ ആരാധനയെ വണങ്ങുന്നത് പോലെ, ഇതാ ഈ പരിശുദ്ധ അൾത്താരയെ വണങ്ങുന്നത് പോലെ, ഇന്നോളം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ സംഭവങ്ങളും ഇറ്റ് വാസ് ഹിസ് അപ്പോയിൻമെന്റ്. ദൈവമേ, നിന്റെ പദ്ധതിയുടെ ഭാഗം വിശ്വസിച്ച് ആ ശിരസ് തറയിലൊന്ന് മുട്ടിച്ച്, കർത്താവെ, ഈ ലോകമോഹങ്ങളെക്കാൾ സർവം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങാണ് എൻ്റെ ജീവിതം ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ നോക്കി, യേശുവേ, പരിശുദ്ധ പരമദീവികാരുണ്യത്തിന് പഠിക്കേ. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പഠിക്കേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നേരവും എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകം നമുക്ക് എല്ലാവർക്കും വേണം. അതിശക്തമായ കൃപയാണ് പരിശുദ്ധ അൽത്താരയിൽ ദൈവജനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ സമയത്ത് നിന്നെ തന്നെ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കണം. ഓ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, എല്ലാറ്റിലുപരിയായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തെ നടത്തുന്ന ദൈവമേ, എൻ്റെ കണ്ണുനീരിന് ഉത്തരം നൽകുന്ന ദൈവമേ, എൻ്റെ പരാജയങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ, എൻ്റെ അവഗണനയും കണ്ണുനീരും ദുഃഖവും ഒറ്റപ്പെട്ട അനുഭവങ്ങളും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് നിനക്ക് എത്രത്തോളം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാമോ അത്രത്തോളം ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേല് സംഭവിക്കുന്ന സമയം എല്ലാവരും വിളിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ, നിന്റെ മേൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് നിന്റെ മേൽ സംഭവിക്കട്ടെ. ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവ്, ഇത് സംഭവിക്കട്ടെ, ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ, ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഓ പരിശുദ്ധാത്മാവേ, ഈ ദൈവജനത്തിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, അഭിഷേകത്തിന്റെ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ, ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ആമേൻ. യെസ്, പരിശുദ്ധാത്മാവ് ഇത്രത്തോളം നിന്നെ ക്രമീകരിച്ചില്ലേ? വിശ്വസിക്കണം. ആമേൻ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ, വെളിപ്പെടണേ, ഇറങ്ങണമേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. പവർ, പവർ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി 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 വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് ചാടിത്തൊള്ളേ. എന്റെ ഉള്ളിലാളി കത്തിവാ. ആമേൻ, ആമേൻ. യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിലാളി കത്തിവാ. പോരാ പോരാ പോരാ, ചാടിത്തൊള്ളേ. സ്വർഗീയ തീ എന്റെ ഉള്ളിലാളി കത്തിവാ. യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിലാളി കത്തിവാ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം. ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം. ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശു. കൈകൾ ഉയർത്തി ചാടിത്തൊള്ളേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ, അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. പാടി ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി. 2 കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. വിളിക്കട്ടെ 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 വിളിക്കട്ടെ. Oh, the Holy Spirit, the mighty power, mighty anointing upon everyone. Mighty deliverance, mighty deliverance, mighty healings, mighty healings. Oh, the holy power.
കർത്താവിന്റെ ആത്മാവ് അനേകരെ സ്പർശിക്കുന്നു. Yes. അത്ഭുത രോഗശാന്തികൾ സംഭവിക്കുന്നു. Anointing സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. Praise the Lord. Hallelujah. 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 എന്റെ പ്രിയപ്പെട്ടവരെ, അതിശക്തമായ അഭിഷേകം ഓരോ വ്യക്തിയുടെയും ശിരസിന് മുകളിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നല്ല കൈയടിച്ച് ഈ പരിശുദ്ധാത്മ ശക്തിക്ക് ഒരു അനോയിന്റിങ്ങിന് നന്ദി പറഞ്ഞ് പോരാ പോരാ പോരാ, കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അഭിഷേകം അത് നമുക്ക് എന്നും വേണം കേട്ടോ. അഭിഷേകത്തിൽ നിലനിൽക്കണം. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. കർത്താവേ, ഈ അഭിഷേകത്താൽ ഈ വ്യക്തി നിറയ്ക്കണം. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണമേ. വരങ്ങളും ദാനങ്ങളും ഈ വ്യക്തിയിൽ നിറയണം. നമ്മുടെ പ്രാർത്ഥനയാണ്. ഈ നിമിഷം ആ വ്യക്തിയിൽ വലതുകരം വെച്ച് നീ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. അഭിഷേകം ചെയ്യണേ. ഓ പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയിൽ ഇപ്പോൾ ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ, ഈ വ്യക്തിയുടെ അവസ്ഥ എന്തും ആയിക്കൊള്ളട്ടെ, അഭിഷേകം ചെയ്യണേ. ആഗ്രഹിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പാടിക്കേ. അഭിഷേകം ചെയ്യണേ, 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 അഭിഷേകം ചെയ്യണേ. അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ. വരദാന സമൃദ്ധിയാൽ അഭിഷേകം ചെയ്യണേ, സംഭവിക്കട്ടെ. വരദാന സമൃദ്ധിയാൽ അഭിഷേകം ചെയ്യണേ. രോഗശാന്തി വരങ്ങളാൽ അഭിഷേകം ചെയ്യണേ, രോഗശാന്തി വരങ്ങളാൽ അഭിഷേകം ചെയ്യണേ. പരിശുദ്ധാത്മ നിറവിനാൽ അഭിഷേകം ചെയ്യണേ, പരിശുദ്ധാത്മ നിറവിനാൽ അഭിഷേകം ചെയ്യണേ. പരമനന്മരൂപനേ അഭിഷേകം ചെയ്യണേ, പരമനന്മരൂപനേ അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. ആ വ്യക്തിയുടെ ശിരസിൽ ഇങ്ങനെ കരങ്ങൾ വെച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച കർത്താവിന്റെ ആത്മാവ് അനേകരെ അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തുന്നു. പുതിയൊരു അഭിഷേകം, പുതിയ ശക്തി അനേകരിലേക്ക് ഒഴുകപ്പെടുന്നു. ഈശോ നിന്നെ തൊടുന്നു, അനുഗ്രഹിക്കുന്നു. ഈശോ നിന്നെ തൊടുന്നു. അനേകരുടെ ശിരസിന് മുകളിൽ കർത്താവിന്റെ ശക്തമായ പ്രകാശം വെളിപ്പെടുന്നു. വചനം വായിക്കാനും പഠിക്കാനുമുള്ള കൃപയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്വീകരിച്ചോളൂ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, വിവാഹ തടസ്സം മാറ്റി അനുഗ്രഹിക്കുന്നു. ജോലി തടസ്സം കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ വലിയ കൃപ ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം.